ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡോക്സ് ടോക്കൺ വന്നിട്ട് ഇപ്പോൾ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്, ഡിപ്പോസിറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാം, വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ ചെയ്യുന്നത്. എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് നോക്കാം. ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് 2 എക്സ്ചേഞ്ചിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. OKXലുണ്ട്, അതുപോലെ തന്നെ ബൈബിറ്റിലുണ്ട്. OKX വന്ന് പലരുടെയും കയ്യിൽ ആപ്ലിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ബൈബിറ്റിലാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ ബൈബിറ്റ് എന്ന് പറയുന്ന ഇവിടെ സെലക്ട് ചെയ്യുക, സെൻഡ് ഹിയർ എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളും സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ നിങ്ങൾക്ക് ബൈബിറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിറ്റ് അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തതിന് ശേഷം അതിൽ KYC വെരിഫിക്കേഷൻ ചെയ്യുക. KYC വെരിഫിക്കേഷൻ മാത്രം പോരാ, അതിലെ ഫണ്ടിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൂടെ വെരിഫൈ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ആൾറെഡി അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഈ പേജിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് 3 കാര്യങ്ങൾ കൊടുക്കണം. ബൈബിറ്റിൻ്റെ യൂസർ ID, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്, മെമ്മോ, ഈ 3 കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ബൈബിറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കണം. ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇതാണ് നിങ്ങളുടെ യൂസർ ID. ഓക്കെ, നിങ്ങളുടെ ഇവിടെ വെരിഫൈഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിന് മുമ്പ് തന്നെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇത് റിട്ടേൺ വന്നതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന അസറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം ഈ കാണുന്ന ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ ഡോഗ് സെർച്ച് ചെയ്യുക. ഡോഗ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടോൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ചോയ്സ് നെറ്റ്വർക്ക്, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് വരിക. ഇതിവിടെ നിന്ന് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. മെമ്മോ ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇത് 2 കോപ്പി ചെയ്തെടുത്തതിന് ശേഷമാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ നിങ്ങളുടെ ഈ സ്പോട്ട് ഇതുപോലെയൊക്കെ ഓപ്പണായി വരുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ മാർക്കറ്റ് അതുപോലെ തന്നെ ഈ സ്പോട്ട് ഇതെല്ലാം ഓപ്പണായി വരികയാണെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അക്കൗണ്ട് എടുത്ത് കാണും, അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കാണും, പക്ഷേ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഈ കാണുന്ന ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യണം. ഇതുപോലെ നിങ്ങളുടെ കാണണം. ഓക്കെ, നിങ്ങളുടെ ഫണ്ടിങ്, ട്രേഡിങ് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക. ഞാനും ഇതിൽ അങ്ങനെ ട്രേഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്നവർക്ക് ഇതുപോലെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ ടെലഗ്രാമിലോ പറയുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മടങ്ങി പോകാം. മടങ്ങി വന്നതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ UID, അഡ്രസ്സ്, മെമ്മോ, ഇത് 3 ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഈ ഡിപ്പോസിറ്റ് ഇൻ പ്രോസസ്സ്. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്ത ഉടനെ നിങ്ങൾ അവിടെ പോയിട്ട് എൻ്റെ ടോക്കൺ അവിടെ വന്നില്ല എന്ന് പറയരുത്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നൗ ബി റെഡി ഫോർ ലിസ്റ്റിംഗ് ഓൺ ആഗസ്റ്റ് 20 എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആഗസ്റ്റ് 20-ക്കാണ് ഇവിടെ ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്, ഈ കാണുന്ന ഇവിടെ വിഡ്രോയിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആഗസ്റ്റ് 20-നകത്ത് എത്തും. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെയാണ്, ഇത്രയാണ് പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഫീ വേണ്ട, ഒന്നും വേണ്ട. വിത്തൗട്ട് ഫ്രീ ആയിട്ട് തന്നെ ഒരു ഫീസും ഇല്ലാതെ നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് കംപ്ലീറ്റ് ടോക്കണും കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, വേറെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓക്കെ, ബാക്കി ഇവരുടെ അനൗൺസ്മെൻ്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അനൗൺസ്മെൻറ്റ്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കൊള്ളുക.
അപ്പോൾ നമ്മുടെ ഒരു കാര്യം ഇത് സക്സസ് ആയിട്ട് വിഡ്രോ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്യാനുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ഇത് ഇടയ്ക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നുള്ളവർ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എൻ്റെ വാലറ്റിൽ സക്സസ്ഫുള്ളി വിഡ്രോ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ വരത്തില്ല. ഇവിടെ ഈ വിഡ്രോയിങ് എന്നേ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ടോക്കൺസ് അവിടെ എത്തിയിട്ടില്ല. 20-ാം തീയതി നമുക്കവിടെ ടോക്കൺസ് അവിടെ കാണാൻ കഴിയും. നമുക്ക് ആ ട്രേഡിങ്ങിൻ്റെ ടൈമിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് തരും. അപ്പം ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരു ഗൂഗിൾ മീറ്റോ മറ്റെന്തെങ്കിലും ക്രമീകരിച്ച് അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.